ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ബോംബെക്കാരാ അങ്ങ് കേരളത്തിൽ വന്ന് എന്തും കാണിച്ചിട്ട് എസ്കേപ്പ് ആകാമെന്നാണ് ഇവരുടെയൊക്കെ ഒരു ധാരണ. അല്ലയോ ശ്വേതാ മേനോൻ ജി? ശ്വേതാ മേനോൻ ജി, നിങ്ങളുടെ ഒരു വോയിസ് ക്ലിപ്പ് ന്വാമിന് ലഭിച്ചിട്ടുണ്ടേ. ന്വാം അത് ജനങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് കേട്ടോ. ശ്വേതാ മേനോൻ ജി അങ്ങനെ എല്ലാവർക്കും അയച്ച ഒരു വോയിസ് ക്ലിപ്പ് അല്ല അത്. അമ്മ എന്ന താരസംഘടനയിലെ വളരെ ചുരുക്കം ചില ആളുകൾക്ക് ശ്വേതാ മേനോൻ ജി രാജിവെച്ച് കഴിഞ്ഞ ദിവസം ഇറങ്ങി ഓടിയില്ലേ, അതിന് ശേഷം അയച്ച ഒരു വോയിസ് ക്ലിപ്പ്. അതാ ഈ വീഡിയോയിലൂടെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ എല്ലാവരെയും ഞാൻ അങ്ങോട്ട് കേൾപ്പിക്കാൻ പോവുകയാണ്. ഈ സുഹൃത്തുക്കൾ സംസാരിക്കുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു തെണ്ടി ഈ മറ്റവൻ്റെ കോൾ റെക്കോർഡ് ചെയ്യുന്ന ആ ഒരു പരിപാടിയോടൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല. ഞാനത് ചെയ്യാറുമില്ല. ആരെങ്കിലും ചെയ്തതൊക്കെ ഏതെങ്കിലും വീഡിയോയുടെ ഭാഗമായി ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ആളുകൾ ചെയ്തതിന് ശേഷം അത്യാവശ്യം സോഷ്യലായിട്ടുള്ള ഒരു കണ്ടന്റിന്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട വന്നാൽ മാത്രമേ ഞാനതെടുത്ത് ചെയ്യാറുള്ളൂ. അല്ലാതെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ശരിയാണെങ്കിൽ അങ്ങനെയാണ്. കാരണം എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ല. രണ്ട് പേരുടെ കോൺവെർസേഷൻ അതവർ ചിലപ്പോൾ ദേഷ്യത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അത്രയ്ക്ക് വിശ്വാസത്തിൻ്റെ പുറത്തോ ഒക്കെ ചിലപ്പോൾ സംസാരിക്കുമ്പോൾ പലതും പറഞ്ഞേക്കാം. അത് നമ്മൾ ഒളിഞ്ഞു കേട്ട്, അല്ലെങ്കിൽ പൊന്നു ശ്വേത ചേച്ചി ഞാൻ ഒളിഞ്ഞു കേൾക്കാൻ വന്നിട്ടില്ലേ, ഇത് നിങ്ങൾ അയച്ചു കൊടുത്ത ചില ആളുകൾ തന്നെ നിങ്ങളുടെ കയ്യിരിപ്പൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്ക് പുറത്തേക്ക് തട്ടിവിടുന്നതാ. പിടികിട്ടിയോ ശ്വേതാ മേനോൻ ജി? അദാനിയുടെ പണം എന്തായി? എല്ലാ പ്ലാനും അങ്ങ് പൊളിഞ്ഞല്ലയോ ചേച്ചി? ഈ അടുത്ത് ഡൽഹിക്ക് വല്ലതും പോയായിരുന്നോ ചേച്ചി? അല്ല, അങ്ങനെയുള്ള ചില കഥകളൊക്കെ കേൾക്കുന്നു ചേച്ചി. ചേച്ചിയുടെ ഉറ്റ തോഴൻ അയ്യോ ഇന്നലെ പുള്ളിക്കെതിരെ കോടതി തന്നെ പറഞ്ഞു കേസെടുക്കാൻ പോലീസുകാരോട്. ഇനിയിപ്പോ ചേച്ചി എന്നാ ചെയ്യും? അല്ല, പിടിപാടുണ്ടല്ലോ രാഷ്ട്രീയപരമായിട്ട്. ചേച്ചിക്ക് പിടിക്കാൻ അപ്പുറം വേറെ കൊമ്പുണ്ട്, ടിനിച്ചേട്ടന് പിടിക്കാൻ ഇപ്പുറം വേറെ കൊമ്പുണ്ട്. അപ്പൊ പിന്നെ എത്ര ദിവസത്തേക്കാ അല്ലേ? തള്ളിപ്പോകും. അത്രയേ സംഭവിക്കാൻ പോകുന്നുള്ളൂ. അല്ല ഇതിന്റെ പേരിലൊക്കെ അയ്യോ ടിനിച്ചേട്ടൻ വലിയ ആള്, പുള്ളി അകത്ത് പോവുമോ? അൻസിബയെ തീവ്രവാദി എന്ന് വിളിച്ചതിന്റെ പേരിൽ ഇല്ല. അൻസിബയ്ക്ക് മറ്റേ വേറെ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞതിന്റെ പേരിൽ പുള്ളി പോവുമോ? ഇല്ല. സ്ത്രീകൾക്ക് മുൻഗണന എന്നൊക്കെ പറയും. പക്ഷേ ഈ കൊമ്പത്തെ ചേട്ടന്മാരുടെയും ചേച്ചിമാരുടെയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതൊക്കെ ഉൾട്ടയാവും. മനസ്സിലായോ? അവിടെ ഇതൊന്നും നടക്കത്തില്ല. അവിടെ ആർക്കാണോ പിടിപാട് കൂടുതലുള്ളത് അവർ സ്മൂത്തായിട്ട് അങ്ങ് രക്ഷപ്പെടും. കുറച്ചായിട്ട് നമ്മൾ കാണുന്നതാണല്ലോ, അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വോയിസ് ഒക്കെ മൊത്തത്തിൽ കേട്ടതിന് ശേഷം കമന്റ് ബോക്സിൽ അങ്ങോട്ട് പറയുക. കൂടാതെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറം ഹൈപ്പർ ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും ക്ലിക്ക് ചെയ്യുക. ഈ വോയിസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശ്വേത ചേച്ചി രാജിവെച്ച് ഇറങ്ങി ഓടിയതിന് ശേഷം ചേച്ചി അയച്ച ഒരു വോയിസ് ആണ്. കുറച്ച് പേർക്ക് ഇത് അയച്ചിട്ടുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും നിങ്ങളിത് കേൾക്കുക. അൻസിബ അവിടുത്തെ ഈ മെഡിസിൻ അറിയാലോ, നിങ്ങൾ എല്ലാവരും കണ്ടതാണ്. അൻസിബ പറഞ്ഞ വലിയൊരു അലിഗേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ചൂണ്ടിക്കാണിച്ച വലിയൊരു അലിഗേഷൻ ആയിരുന്നു ഈ മെഡിസിന്റെ പേരും പറഞ്ഞ് അവിടെ എന്തോ ഉടായ്പ നടക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം. കാരണം അവിടെ ആദ്യമേ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ കെയർ ഓഫിലായിരുന്നു മരുന്ന്, അത് പിന്നെ അവർ മാറ്റിക്കൊടുക്കുന്നു. അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഒരു മെഡിക്കൽ സ്കാം അവിടെ നടക്കുന്നുണ്ടോ, മെഡിസിൻ സ്കാം അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളൊരു സംശയമൊക്കെ അൻസിബ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണെന്നറിയത്തില്ല, അത് മാത്രമേ ചേച്ചി പറയുന്നുള്ളൂ. ഇത് കേക്ക്, എന്നിട്ട് ബാക്കി. ഹായ് നമസ്കാരം, ഞാൻ ശ്വേത മേനനാണ്. ഞാൻ ഇപ്പൊ സഞ്ജീവനിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മളുടെ ഓഗസ്റ്റ് 20 മീറ്റിങ്ങില് സഞ്ജീവിനി, അവള് കുറെ ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ട് സഞ്ജീവിനി അവളുടെ കയ്യിൽ നിന്ന് മാറ്റിയെടുത്തു. അങ്ങനെ ഒരു കാര്യം നടന്നിട്ടില്ല. നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ ഉണ്ടാവുമ്പോ ഡോക്ടർ അവിടെ ഇരിക്കട്ടെ. ഈ അവൾ എന്ന് പറയുന്നത് അൻസിബയല്ലേ? പേര് പറയാൻ എന്താ ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ഇത് മെയിൻ സ്ട്രീം ചാനൽസിനോടോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എന്നെ പോലുള്ള ഏതെങ്കിലും ചാനൽസിനോടോ ഒന്നും നിങ്ങൾ സംസാരിക്കുന്നതല്ലല്ലോ. നിങ്ങളുടെ തന്നെ സഹപ്രവർത്തകർ അമ്മയിലുള്ള ചില താരങ്ങളോട് അവർക്ക് നിങ്ങൾ ഇട്ടുകൊടുത്ത വോയിസ് ആണ്. അതിൽ പോലും ആ പെൺകുട്ടിയുടെ പേര് എന്തോ വലിയ അങ്ങോട്ട് എടി മോളെ നീ എൻ്റെ എല്ലാ കോടികളും മുക്കിയല്ലേടി, നീ കാരണം ഒന്നും നടന്നില്ലല്ലോടി, ആ ഒരു മൂടി സംസാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ചേച്ചി ഇത്. അല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. സീരിയസ്ലി നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത് കേട്ടിട്ട്? പേര് പോലും അൻസിബയുടെ പറയാനായിട്ട് താല്പര്യമില്ല ശ്വേതാ മേനോന്.
ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ ആ പെൺകുട്ടിയുടെ പേരിൽ എന്തൊക്കെ നമ്മൾ കഥകൾ കേൾക്കേണ്ടി വരുമെന്ന് പറയാൻ പറ്റില്ല. ഇറക്കിയല്ലോ ശിങ്കിടി ലക്ഷ്മിപ്രിയയെ വെച്ച് ഒരു കഥ, ഹോട്ടൽ മുറിയിൽ ഞാൻ കണ്ടു, അതും പറഞ്ഞ് പിന്നെ പോയിട്ട് പിന്നെ ഈ പരിസരത്ത് കണ്ടിട്ടില്ല. ഇനി മിണ്ടാൻ വരുമെന്ന് തോന്നുന്നില്ല അടുത്തൊന്നും, ഇനിയും കുറച്ചു കാലം കഴിഞ്ഞേ കാണത്തുള്ളൂ. കാരണം മനസ്സിലായി നാട്ടുകാരുടെ ഫ്രണ്ടിൽ ചീറ്റിപ്പോയി, നാറി, എല്ലാവരും എടുത്ത് തന്നെ ഉടുക്കുക, ഇനിയും വാ തുറന്ന പണി വാളും. പറഞ്ഞും കാണും കൂട്ടുകാരും കുടുംബക്കാരും, ഇതുപോലുള്ള ശ്വേത ചേച്ചിയെ പോലുള്ള ആളുകളും പറഞ്ഞു കാണും, എന്റെ പൊന്നുമോളെ നീ മിണ്ടരുതേ, വാ തുറന്ന മണ്ടത്തിലേ വീഴുന്നുള്ളൂ, മിണ്ടാതെ മൂലക്കിരിക്കുക എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ മിണ്ടാതെ ഇപ്പോൾ ഒതുങ്ങിയിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ശ്വേതയുടെ ഈ ഒരു ഒറ്റ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നല്ല ദേഷ്യമുണ്ട് അൻസിബ എന്ന പെൺകുട്ടിയോട്. കാരണം അത് ഓഫ്കോഴ്സ് അത് വരും, കാരണം അവരുടെ പ്ലാനിങ് ഒന്നും നടന്നില്ല. ലക്ഷ്മിപ്രിയ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് 15 ലക്ഷം അദാനി ഇങ്ങോട്ട് ഇറക്കി തരും. 15 ലക്ഷം ഒന്നും അല്ലടേ, അത് കോടികളായിരിക്കും. അതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാ, എല്ലാ പ്ലാനും നടക്കാതെ പോയി. അപ്പൊ അതിന്റെ ഒരു ദേഷ്യം കാണും, അതിന്റെ പുറത്താണ് സംസാരിക്കുന്നത്. കേൾക്കാം. എന്തിനാണ് നമ്മൾ പേടിക്കേണ്ടത്? നമുക്ക് ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സ് വേണ്ട, ഒന്നും വേണ്ട. ഒരു ഡോക്ടർ മുഖാന്തരം നമുക്ക് കറക്റ്റ് മെഡിസിൻസ് നമുക്ക് അത് അറിയാൻ പറ്റും. ഈ കാര്യങ്ങള് ഇവള് ഓരോ ആൾക്കാരെ, ഓരോ മെമ്പേഴ്സിനെ വിളിച്ചിട്ട് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഫ്രം സ്റ്റാർട്ടിങ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഓഗസ്റ്റ് 20 രാത്രി മജീദ് ഖാൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, മോളെ എന്തിനാണ് അൻസിബേനെ സഞ്ജീവനിന്ന് മാറ്റിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, ഇക്ക സഞ്ജീവനിന്ന് മാറ്റിയതല്ല, നമ്മളൊരു പുതിയ ടീം വന്നിട്ടുണ്ട്, നമ്മളുടെ ടീമിൽ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ ഉണ്ടാവുമ്പോ നമ്മൾ എന്തുകൊണ്ടാണ് പേടിക്കേണ്ടത്? അത്രയും നല്ലതല്ലേ. പിന്നെ നമുക്കും സമയം തരൂ, നമുക്ക് നമ്മളുടെ കമ്മിറ്റി രീതി, നമ്മളുടെ രീതിയിൽ നമുക്ക് അത് എന്താ പറയാ, നമുക്കും സഞ്ജീവനി നമ്മളുടെ രീതിയിൽ നടത്താനുള്ള ഒരു ഫ്രീഡം തരൂ. അപ്പൊ പറഞ്ഞു ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഒരുപാട് മെമ്പേഴ്സ് വിളിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ ആദ്യം വിളിച്ചത് മജീദ്ക്കാണ്. നമ്മൾ ഒരു കാരണവശാലും ഒരു സബ്സ്റ്റാൻഡേർഡ് മെഡിസിൻസോ ഒരു രീതിയിലും അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ സപ്ലൈയും ചെയ്തിട്ടില്ല. നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഡോക്ടർ റോണിന്റെ മുകളിൽ അൻസിബ പൊതുവേദിയില് മീഡിയ മുമ്പാകെ ഇങ്ങനെ പറയുമ്പോൾ സങ്കടം തോന്നുന്നുണ്ട്. ബിക്കോസ് അൻസിബ ഇപ്പൊ പറയണത് ഓരോ കാര്യങ്ങളും നമ്മൾ ഒരു കാര്യം, ബിക്കോസ് ഇപ്പൊ പേര് പറയാ അല്ലേ, തുടക്കത്തിൽ ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് അവള് വിഷമം തോന്നുന്നു അൻസിബ റോണിന്റെ പേര് പറഞ്ഞതില്. മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാം, ഓക്കെ. നിങ്ങൾ ഒറ്റയ്ക്ക്, നിങ്ങൾ ആരാ, നിങ്ങൾ ഈ ശ്വേത മേനോൻ എന്ന് പറയുന്നത്? നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിച്ചാൽ മതിയോ എല്ലാ കാര്യങ്ങളും? അതിനകത്ത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ഒരു വ്യക്തി തന്നെ പറയുന്നു എന്തോ ശരിയാവുന്നില്ല, വേണ്ട എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ അവരെ മാറ്റുന്നു. നിങ്ങൾ നിങ്ങളുടെ വഴിയെ ചെയ്തു കൊണ്ടുപോകാനായിട്ട്. അതെന്താ നിങ്ങളുടെ വഴിയെ? ബാക്കി ആരും അറിയാതെ നിങ്ങളെ സ്വന്തമായിട്ട് നിങ്ങൾ വഴിവെട്ടിപ്പോകുന്ന അന്ത മാതിരിയാളാ? സ്വന്തമായി വഴിവെട്ടി കോടികൾ അവിടുന്ന് ഇവിടുന്ന് പറിച്ചെടുത്തിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ലക്ഷ്മിപ്രിയ പോലുള്ളവർക്ക് കുറച്ചൊക്കെ കൊടുത്ത് ചുമ്മാ അങ്ങോട്ട് ഇറക്കി വിടും, കിടന്നങ്ങോട്ട് വാ 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 വാ. അതാണോ ഉദ്ദേശിച്ചത്? അതാണോ സ്വന്തമായി വഴിവെട്ടി നിങ്ങളുടെ ഇഷ്ടത്തിന്? ഇത്രയും കാലം അവിടെ പൊക്കോണ്ടിരുന്ന ഒരു രീതിയില്ലേ? നിങ്ങളുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓക്കെ, അതിനപ്പുറത്തും അവിടെ കുറെ മെമ്പേഴ്സ് ഇല്ലേ? അവരെല്ലാം നോക്കുമ്പോൾ ഇത്രയും കാലം നല്ല വൃത്തിക്ക് കാര്യങ്ങളൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾ വന്നിട്ട് മറ്റേ പുതിയ തേങ്ങ ഉണ്ടാക്കാൻ പോയിട്ട്, അല്ല ഈ പുതിയത് ഉണ്ടാക്കാൻ പോയതാണല്ലോ ഇപ്പൊ ഈ പരുവത്തിലായിരിക്കുന്നത് അല്ലേ? അല്ല അതുകൊണ്ടാണല്ലോ കണക്കും കാര്യങ്ങളും ഇത്രയായിട്ടും കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റാഞ്ഞത്. മര്യാദയ്ക്ക് പോകുമായിരുന്നെങ്കിലോ ഈ എല്ലാം പ്രോപ്പറായിട്ട് പോകത്തില്ലായിരുന്നോ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായിട്ട് ചെയ്യാൻ പോയതല്ലേ അല്ലേ? ചേച്ചി കഥ പറയുമ്പോൾ ഓർക്കുക, നിങ്ങൾ മലയാളികളോടാണ് കഥ പറയുന്നത്, ഓക്കെ? ബാക്കി കേൾക്കാം. കറക്റ്റ് ചെയ്തിട്ടില്ല. എല്ലാം ഇതിന് വേണമെങ്കിൽ നമുക്ക് എല്ലാവർക്കും കമ്മിറ്റി മുമ്പാകെ, മീഡിയ മുമ്പാകെ വന്നിട്ട് കമ്മിറ്റി വന്നിട്ട് വേണമെങ്കിൽ കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എല്ലാത്തിലും അവസാനം ഒരു അമ്മയാണ് ഇതിൽ ബുദ്ധിമുട്ടുന്നത്. അമ്മ അസോസിയേഷൻ ആണ് നാറുന്നത്. അവിടെയാണ് എനിക്ക് സങ്കടം വരുന്നത്. ബിക്കോസ് എന്നെ നിങ്ങളെല്ലാവരും ആരൊക്കെ വോട്ട് ചെയ്തു അവരെല്ലാരും എന്നെ ഈ സ്ഥാനത്തിൽ ഇരുത്തിയത് അമ്മ അസോസിയേഷന്റെ പേര് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമ്മുടെ കമ്മിറ്റിയിൽ ഒരു പാനൽ ഇല്ലായ്മ, നമ്മുടെ കമ്മിറ്റിയിൽ അൻസിബ പോലെ ആൾക്കാര്, അങ്ങനത്തെ ആൾക്കാർ വന്ന് ഇന്ന് വിസിൽ ബ്ലോവർ ആയിട്ട് മീഡിയ മുമ്പാകെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ ബാക്കി ആൾക്കാർ എന്തൊക്കെയോ പറയുന്നു, കൈ വിട്ടുപോയി. സോ താങ്ക് യു സോ മച്ച്. ഞാൻ വീണ്ടും പറയാണ്,
പക്ഷെ ഡോക്ടർ റോണീനെ ഒരു കാരണവശാലും ഞാനോ എൻ്റെ കമ്മിറ്റീൻ്റെ ഒരാളും തെറ്റിദ്ധരിക്കില്ല. ബിക്കോസ് ഹീസ് എ പ്രോപ്പർ ഡോക്ടർ ആൻഡ് വി ആർ വെരി പ്രൗഡ് ഓഫ് സഞ്ജീവനി ആൻഡ് ഡോക്ടർ റോണി, അഞ്ജലി ആൻഡ് ആശ സൂപ്പർബായിട്ട് അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. There is nothing to do with അമ്മ എന്ന് ചേച്ചി മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ പറഞ്ഞത് ഞങ്ങളല്ല. ആണോ പ്രിയപ്പെട്ടവരെ? നമ്മളാരെങ്കിലും ആണോ? അല്ല, ചേച്ചിയാണ് പറഞ്ഞത്. ചേച്ചിയെ കൊണ്ട് കഴിവില്ല, അതങ്ങ് സമ്മതിക്ക്, അത്രേ ഉള്ളൂ. അൻസിബ മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് എന്തൊക്കെയോ പറയുന്നു, അമ്മയുടെ പെരുച്ഛായ തന്നെ ഇല്ലാതെയാക്കുന്നു. അൻസിബ അല്ല, നിങ്ങളാണ് ഇല്ലാതാക്കിയത്. അതൊന്ന് മനസ്സിലാക്ക്. ആ ഒരൊറ്റ ഡയലോഗ്, ഒരു പരാതി കിട്ടിയപ്പോൾ there is nothing to do with അമ്മ, മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിന്ന് പറഞ്ഞാൽ നിങ്ങളിത്, ഞങ്ങളല്ല പറഞ്ഞത്. അവിടെ തീർന്നു നിങ്ങൾ. പിടികിട്ടിയോ? അവിടെ തീർന്നു നിങ്ങൾ. പിന്നെ കൂടുതൽ കഥ പറയാതെ. സഞ്ജീവിനി നല്ല സൂപ്പറായിട്ട് പൊക്കൊണ്ടിരുന്നതാ. ആർക്ക് സൂപ്പറായി പൊക്കൊണ്ടിരുന്നു? നിങ്ങൾക്ക് സൂപ്പറായി പൊക്കൊണ്ടിരുന്നു. അങ്ങനെ പറ, നിങ്ങൾക്ക് സൂപ്പറായി പൊക്കൊണ്ടിരുന്നു, ബാക്കിയുള്ളവർക്കല്ല. പൊന്നു ലക്ഷ്മിപ്രിയ ചേച്ചി നിർത്ത്, മതി. സോറി, ലക്ഷ്മിപ്രിയ. എൻ്റെ ദൈവമേ, ചില ആൾക്കാർ എന്നോട് കമന്റ് ബോക്സിൽ പറയുന്നത് പോലെ വാ തുറന്ന ഈ ചേച്ചിയുടെ പേര് എൻ്റെ വായി വരുന്നത്. സോ കഴിഞ്ഞ ദിവസം ലക്ഷ്മി നക്ഷത്രയുടെ ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്നതിന് വരെ അവിടെ പ്രിയ കയറി വരിക. എന്ത് കഷ്ടമാണോ ഇത്? ആ പോട്ടെ, മാറ്റി വെക്ക്. ലക്ഷ്മിപ്രിയ ചേച്ചി ക്ഷമിക്കണേ ചേച്ചി, അറിയാതെ വായിന്ന് വീണ് പോയതാണ്. അയ്യോ, ഇനി ഇതിന്റെ പേരും പറഞ്ഞ് നമ്മളെ അങ്ങ് കൊലവിളിക്കാൻ ഇറങ്ങും. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പൊ ഈ വോയിസ് എന്തായാലും നിങ്ങളെല്ലാവരും കേട്ടല്ലോ. ശ്വേത ചേച്ചിക്ക് നല്ല വിഷമം ഉണ്ടടാ. ഒരു എടുത്തുചാട്ടത്തിന്റെ പുറത്ത് അങ്ങോട്ട് ചാടി ഇറങ്ങി. ഓ ചേച്ചി, അമ്മയോട് ഇത്ര സ്നേഹമായിരുന്നെങ്കിൽ അന്ന് റിസൈൻ ചെയ്ത് ഇറങ്ങി ഓടിയില്ലേ? ആ സമയത്ത് ആളുകൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടായിരുന്നു, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ. അതൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. യെസ് യെസ് യെസ്, ഇത് മാത്രമേ അന്ന് കേട്ടുള്ളൂ ചേച്ചി. മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എങ്കിൽ എന്തിനു പേടിച്ചിറങ്ങി ഓടി? എന്തായാലും അവിടുന്ന് ഇറങ്ങിപ്പോവുക, രാജിവെച്ചു, കയ്യിൽ നിന്ന് പോയി. എന്നാൽ പിന്നെ ഉള്ള കാര്യം പറഞ്ഞിട്ട് പോകാമായിരുന്നല്ലോ. പക്ഷെ അതെന്താ ചെയ്യാഞ്ഞേ? എന്താ അത് ചെയ്യാഞ്ഞേ? പറയാനൊന്നുമില്ല. അത് തന്നെ കാര്യം, കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോയി. കാരണം ഇനി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ജുമ തിരിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്ക് വിത്ത് പ്രൂഫ് ഉണ്ട് ഒന്നാമത് കയ്യിൽ. എല്ലാം കൂടി എടുത്തങ്ങോട്ട് മാധ്യമങ്ങളുടെ ഫ്രണ്ടിൽ നിരത്തി കഴിഞ്ഞാൽ തീർന്നു. ആദ്യമേ പറഞ്ഞത് മൊത്തം പണി വാളും. അതുകൊണ്ടല്ലേ സത്യം പറഞ്ഞ കയ്യിൽ നിന്ന് പോയി ശ്വേത ചേച്ചിയുടെ. വിചാരിച്ചോടത്തൊന്നും കാര്യം നിന്നില്ല. ചേച്ചി രാജ്യസഭാ ഇലക്ഷന് ഏത് കാണുമോ? സാധാരണക്കാർ പാവങ്ങൾ, ഞങ്ങൾക്കൊന്നും ഇതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല ചേച്ചി. നമുക്ക് കണ്ടറിയാം കേട്ടോ പ്രിയപ്പെട്ടവരെ. കുറേ കഥകൾ ഒരുപാടുണ്ടേ, ഒന്നും പറയാൻ പറ്റത്തില്ല നിങ്ങളോട്. തെളിവില്ല, തെളിവ് ചോദിച്ചാൽ ഞാൻ പെട്ടുപോകും. അതുകൊണ്ട് മാത്രം ശബ്ദിക്കുന്നില്ല. ഓക്കെ, അതർവൈസ് ഐ ക്യാൻ ടെൽ യു എ ലോട്ട് ഓഫ് സ്റ്റോറീസ് മൈ ഡിയർ ഹ്യൂമൻസ്. ഒരുപാട് കഥകൾ. അയ്യോ, തൽക്കാലം ഇത്രയും മതി. ചേച്ചിയുടെ എല്ലാം കേട്ടല്ലോ അല്ലേ നിങ്ങൾ? ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.